ராஜா, உங்கள் காசை எப்படியாவது கொடுத்துட்றேன். அதுக்காக வீட்டுக்கெல்லாம் வராதிங்க. ഇയാളുടെ വീടാണോ? நேற்றோட உன் டைம் முடிஞ்சு போச்சு. ஃபோனை போட்ட கட் பண்ணுறேன். ராஜா, எப்படியாவது உங்கள் பணத்தை நான் திருப்பி கொடுத்துட்றேன். என்ன நம்புங்க ராஜா. எந்திரி, எந்திரி மேலே உட்கார். உன் வீடு, உன் டைனிங் டேபிளு, உன் சேரு, உட்கார் மயிலு. பாரு மயிலு, பணத்தை கொடு, நான் கண்ணிலே போட மாட்டேன். நல்ல வீடு, உன் பெட்ரூம், அதோட பாத்ரூம் சூப்பர், இட்டாலியன் மார்பிள் சார். நைட்டு கூட அங்கே தான் படுத்தேன். அதனால இந்த கண்ணில் பிஸ் அடிக்கிற நிப்பாட்டு, எங்கள் ஆசை கொடு. எப்படியாச்சும் கொடுத்துட்றேன் ராஜா. ഞാനല്ല കസേര നീങ്ങിയാന്നോണേ. இது வட்டிக்கு சரியாக போச்சு. அப்போ அசல் 2-3 நாளில் தந்துடுறேன். 2-3 இதுவே பொண்டாட்டி பிள்ளைங்க கழுத்தில் இருந்த நகையெல்லாம் கலட்டி கொண்டாந்து கொடுத்து 2-3 3 நாளில் கொடுத்துட்றேன். அது பாயிண்ட் கரெக்டா? காசு ഇത് കറക്റ്റാണ്. പോരെ പോരെ, അല്ലെങ്കിൽ ഇയാൾ ഇനി കറക്റ്റാണെന്ന് ചോദിക്കുമ്പോ അളിയ ജോണെ പണിയാവോ? നീ അതൊന്നും കണ്ട് പേടിക്കണ്ട. കറക്റ്റായിട്ട് കാശ് കൊടുത്ത ഞാൻ അയാളൊന്നും ചെയ്യില്ല. അല്ല നീ കൊടുക്കുമല്ലോ അല്ലേ? വാടാ, നീയല്ലേ പറഞ്ഞത് വട്ടിരാജയുടെ വീടാണ്? എനിക്കെങ്ങനെ അറിയാനാടാ? അഡ്രസ്സ് പറഞ്ഞു, അയാളുടെ വീടാന്നല്ലേ ഞാനും വിചാരിച്ചത്. மயிலே மயிலே இறகு போடணும். 3 நாளில் பணம் வரலன்னு வை, வெளியே நிற்கிறோம், அம்பாஸ்ட்டை தூக்கிட்டு போயிடுவேன். சரி ராஜா. என்னை பற்றி உனக்கு நல்லா தெரியும் மயிலே, பார்த்து பொழைச்சிக்க. நீங்கள் கேட்குற பேக்கேஜ் ரொம்ப ஹை. Sorry, you're not qualified. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 4 മാസമായി. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം വാങ്ങി മുതലും പലിശയും കുറച്ചടച്ചു. ഇപ്പം തരാം പിന്നെ തരാമെന്നൊക്കെ പറഞ്ഞ് വട്ടിരാജയുടെ 2 മാസമായിട്ട് അവധി പറഞ്ഞിരിക്കുക. ഇപ്പോൾ വട്ടിരാജയുടെ ഫോൺ വരുമ്പോൾ എന്ത് പറയുന്ന എനിക്ക് എത്തും പിടിയില്ല. ഇന്നാണ് അവസാനത്തെ ദിവസം. ഇന്ന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വട്ടിരാജ മിക്കവാറും എൻ്റെ കാലിനാവും. ജോണിൻ്റെ അടുത്ത് കാശ് ചോദിച്ചിട്ടുണ്ട്, കിട്ടുമാവും. ജീന. ഞാൻ 6 പഠിക്കുമ്പോൾ അവൾ എൻ്റെ സ്കൂളിൽ 4th ഒന്ന് ജോയിൻ ചെയ്തു. ഞാൻ അവൾ മൈൻഡ് ചെയ്തേയില്ല. കാരണം എൻ്റെ ശ്രദ്ധ ഫുൾ പഠിപ്പിലായിരുന്നു. 2 കൊല്ലത്തിന് ശേഷം അവൾ 6ലെത്തി. ഞാനും അതേ 6 തന്നെയായിരുന്നു. തോൽവിയിലും ഒരു വിജയമുണ്ടെന്ന് എനിക്കന്നാണ് മനസ്സിലായത്.
ചെറുപ്പത്തിൽ ഭംഗിയില്ലാത്ത പെമ്പിള്ളേർ വലുതാകുമ്പോൾ ഒടുക്കത്തെ ഭംഗിയായിരിക്കും. ഇവളുടെ കേസിൽ ഏതാണ്ട് അതുപോലെ തന്നെയായിരുന്നു. ജോലി കിട്ടിയതും ഒരു പക്വതയുള്ള ചെറുപ്പക്കാരനായി ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോയി. സിഗരറ്റിൻ്റെ മണം. അത് ഈ വടപള്ളി ജംഗ്ഷനിൽ ഭയങ്കര തീപിടുത്തം. അപ്പോൾ 2 വണ്ടി തമ്മിൽ ഇടിച്ച് ലേറ്റായി പോയി. മണം പോയില്ല, എന്തോ പറയണം. പുല്ല്. എൻ്റെ അമ്മയും ഫ്രണ്ട്സെല്ലാം പറയാറുണ്ട് ഞാൻ കെട്ടാൻ പോണ പെണ്ണ് ഒരുപാട് കഷ്ടപ്പെടുമെന്ന്. കഷ്ടപ്പെടാൻ വരുന്നു. അല്ല, കഷ്ടപ്പെടാൻ വരുന്നു എന്ന് വന്ന നന്നായിരിക്കുമല്ലേ? ഒരാഴ്ചയായി. 2 വീക്സ്. 3 ആഴ്ചയായി. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് നീ സമയത്തിന് വന്ന ഇഷ്ടമെന്ന് പറയാൻ കാത്തിരിക്കുക. നീ വന്നില്ല, ഞാൻ എന്ത് ചെയ്യാനാ? അല്ല, നാളെ ഞാൻ കറക്റ്റ് സമയത്ത് വരാം. നാളെ ഞാൻ വരുന്നില്ലല്ലോ. ഓ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ബോൾട്ടേ, ഞാനോ? 3 ആഴ്ചയായിട്ട് നീ പറയുന്ന സ്ഥലത്തൊക്കെ ഞാൻ വന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൽ കൂടുതൽ എന്ത് തെളിവാടാ നിനക്ക് വേണ്ടേ? മണ്ടൻ. വേണ്ടല്ലേ? സോറി.